ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും പ്രവർത്തനത്തിനും പ്രോട്ടീൻ എന്ന് പറയുന്ന ഘടകം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കാം. നമ്മുടെ ശരീരത്തിലെ മസിലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ എല്ലുകളുടെ ഉറപ്പിനും നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളുടെ പ്രവർത്തനത്തിനും നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്കും നമ്മുടെ സ്കിന്നിൻ്റെയും മുടിയുടെയും എല്ലാം ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും എല്ലാം പ്രോട്ടീൻ ആവശ്യമാണ്. ഇവിടെ കൊണ്ടും തീരുന്നില്ല. നമ്മുടെ ഹോർമോണുകളുടെ പ്രവർത്തനത്തിന് നമ്മുടെ മെറ്റബോളിസം കൃത്യമായിട്ട് നടക്കുന്നതിന് എല്ലാം പ്രോട്ടീൻ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രോട്ടീൻ പ്രധാനമായിട്ടും എത്തുന്നത്. ഇറച്ചി, മീൻ, മുട്ട, ഇപ്പം പയറ്, കടല, പരിപ്പ്, അതേപോലെ പാല്, കൂണ് പോലുള്ള ഭക്ഷണങ്ങൾ, നട്ട്സ്, ഇതിനകത്തെല്ലാം സമൃദ്ധിയായിട്ട് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുമുണ്ട്. നിങ്ങൾ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ 30 മുതൽ 35% പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൻ്റെ ഈ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കുമുള്ള പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ലഭിക്കത്തുള്ളൂ. നിങ്ങളുടെ ശരീരത്തിൽ ആവശ്യത്തിന് പ്രോട്ടീൻ കിട്ടുന്നുണ്ടോ? ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ എല്ലാവരും പറയും, ഞാൻ 3 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട്, എൻ്റെ വയറ് നിറയുന്നുണ്ട്, ആവശ്യത്തിന് പ്രോട്ടീൻ ഞാൻ കഴിക്കുന്നുണ്ട് എന്ന് എല്ലാവരും പറയും. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ഏകദേശം 40% പേർക്ക് ആവശ്യത്തിന് പ്രോട്ടീൻ ശരീരത്തിൽ എത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിൻ്റെ കാരണം അവർക്ക് സാമ്പത്തിക ശേഷി കുറവുണ്ടായിട്ടല്ല. നമ്മുടെ ഭക്ഷണ രീതിയിൽ പ്രോട്ടീൻ നമ്മൾ കൂടുതലായിട്ട് കഴിക്കാറില്ല. കഴിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ അല്പം കഴിക്കും, അല്ലാതെ കൂടുതലായിട്ട് കഴിക്കാറില്ല. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നു. രാവിലെയുള്ള ഭക്ഷണത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ആവശ്യമായിട്ടുള്ളത്. നമ്മൾ രാവിലെ അത്യാവശ്യം ഭക്ഷണം കഴിക്കുന്നു, അതിന് ഒരു അല്പം കറി എടുക്കുന്നു. കറിക്കകത്ത് ഒരു 1%, 2% പ്രോട്ടീൻ കിട്ടും അല്ലാതെ നമ്മുടെ ശരീരത്തിൽ ഏകദേശം 90% വരുന്ന കാർബോഹൈഡ്രേറ്റ് ആണ്. പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് ഒരു ദിവസത്തിൽ വേണ്ടതിൻ്റെ 10% പോലും പലർക്കും കിട്ടുന്നില്ല. ഇത് അവരുടെ ശരീരത്തിലെ പല ലക്ഷണങ്ങളും കാണിക്കാറുണ്ട്. എന്നാൽ ഈ ലക്ഷണങ്ങളെല്ലാം തന്നെ ഏതെങ്കിലും രോഗത്തിൻ്റെ ഭാഗമാണ് എന്ന് കരുതിയിട്ട് ഇവർ ആശുപത്രിയിൽ പോകുന്നു, ഡോക്ടർമാരെ കാണുന്നു, അതിൻ്റെ ചികിത്സ എടുക്കുന്നു. ഒരിക്കലും ഈ പ്രോട്ടീൻ കുറയുന്നതിനെ ഇവർ മാനേജ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇവർക്ക് ഈ രോഗപ്രശ്നങ്ങൾ മാറുന്നുമില്ല. ശരീരത്തിൽ പ്രോട്ടീൻ കുറയുന്നത് നമ്മുടെ ശരീരം തന്നെ ചില ലക്ഷണങ്ങളായിട്ട് കാണിച്ചു തരും. അത് ഏതെല്ലാമാണെന്ന് വിശദീകരിക്കാം. ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് പാദത്തിൽ വരുന്ന നീരാണ്. നോർമലി അല്ല, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുഴപ്പമില്ല, എന്നാൽ പകല് നമ്മൾ അത്യാവശ്യം ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നു, ഉച്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ പാദത്തിൽ നീര് വരുന്നു. ചിലർക്കാണെന്നുണ്ടെങ്കിൽ യാത്ര കുറേ നേരം ചെയ്യുന്ന സമയത്ത് പാദത്തിൽ നമ്മൾ തൂക്കിയിട്ടിരിക്കുമ്പോൾ പാദത്തിൽ നീര് വരുന്നു. പലരും വിശ്വസിക്കുന്നത് കാല് തൂക്കിയിട്ടിരിക്കുന്നത് കൊണ്ടാണ്. കുറേ നേരം നമ്മൾ കാല് പൊക്കി വെച്ചാൽ നീര് മാറും എന്ന് പലരും വിശ്വസിക്കാറുമുണ്ട്. ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഈ നീര് മാറുകയും ചെയ്യും. ഇതിന് കാരണം രക്തത്തിലുള്ള പ്രോട്ടീൻ ഘടകങ്ങളായിട്ടുള്ള ആൽബുമിൻ നമ്മുടെ കാലിലുള്ള കോശങ്ങളിൽ ഈ പറ്റിപ്പിടിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ കാലിൽ നീര് വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത്. പലപ്പോഴും കാലിൽ നീര് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ പോയിട്ട് മൂത്രം പരിശോധിക്കും. മൂത്രത്തിൽ പഴുപ്പുണ്ടോ എന്ന് നോക്കും, രക്തസമ്മർദ്ദം കൂടുതലാണോ എന്ന് നോക്കും, ഇല്ലെങ്കിൽ കാലിൽ രക്തക്കുഴലിൻ്റെ ബ്ലോക്ക് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ യൂറിക് ആസിഡ് കൂടിയിട്ടാണെന്ന് നോക്കും. ഇതെല്ലാം നോർമൽ ആണെങ്കിലും പലർക്കും നീര് വിട്ടുമാറാതെ വരുമ്പോൾ മാത്രമേ ഇത് മറ്റെന്തെങ്കിലും കാര്യമാണോ എന്ന് ആലോചിക്കത്തുള്ളൂ. സിമ്പിളായിട്ട് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പ്രോട്ടീൻ കുറഞ്ഞാൽ ആദ്യം കാണിക്കുന്ന ലക്ഷണം കാലിൽ നീരാണ്. പ്രോട്ടീൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഇത്തരക്കാർക്ക് നീര് മാറുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് മൂഡ് സ്വിങ്സ് ആണ്. അതായത് പെട്ടെന്ന് നമ്മൾ വിചാരിച്ചിരിക്കാതെ ദേഷ്യപ്പെടുന്നു, പെട്ടെന്ന് വിചാരിക്കാതെ സങ്കടം വരുന്നു. നമുക്ക് നോർമലി വേണ്ട ഒരു സന്തോഷം അല്ലെങ്കിൽ മനസ്സിന് ഒരു സമാധാനം പലപ്പോഴും ഇല്ലാത്തൊരവസ്ഥ. ഇത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചെറുപ്പക്കാരുൾപ്പെടെ വളരെ കോമൺ ആയിട്ട് നേരിടുന്ന ഒരു പ്രശ്നമാണ്. പലരും വിചാരിക്കുന്നത് ഇമോഷണൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ അവനൊരു സെൻറ്റിമെൻ്റലാണ്, ഇല്ലെങ്കിൽ ആളിന് എപ്പോഴും ഒരു മൂഡ് ഇഷ്യൂസ് ഉള്ള ആളാണ്. പലരും ഇത് പ്രോട്ടീനിൻ്റെ പ്രശ്നമാണെന്ന് ചിന്തിക്കത്തില്ല. നമ്മുടെ തലച്ചോറിൽ നമ്മുടെ ഇമോഷൻസിനെയും നമ്മുടെ ചിന്തകളെയും എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് ന്യൂറോ ട്രാൻസ്മീറ്ററുകളാണ്. ന്യൂറോ ട്രാൻസ്മീറ്ററുകളുടെ പ്രവർത്തനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നത് അമിനോ ആസിഡുകൾ എന്ന് പറയുന്ന കണികകളാണ്. അമിനോ ആസിഡുകൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രോട്ടീനിൻ്റെ ചെറിയ ചെറിയ കണികകളാണ് അമിനോ ആസിഡുകൾ. അതായത് നിങ്ങളുടെ ശരീരത്തിൽ പ്രോട്ടീൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ അമിനോ ആസിഡുകളുടെ പ്രവർത്തനം താറുമാറാകുകയും ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ ശരിയായി വർക്ക് ചെയ്യാതെ വരികയും ചെയ്യും. ഇതുകൊണ്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നമുക്ക് സന്തോഷമുണ്ടാക്കുന്ന ഡോപ്പാമൈൻ, സെറോട്ടോണിൻ പോലുള്ള ഹോർമോണുകൾ ശരിയായിട്ട് പ്രവർത്തിക്കാതെ വരികയും നമുക്ക് എപ്പോഴും ഒരു പിരിമുറുക്കം, വല്ലാത്ത ഒരു ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. നമ്മൾ വിചാരിച്ചിരിക്കാതെ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു എന്ന് വരാം, ഇല്ലെങ്കിൽ എപ്പോഴും മൂഡ് ഔട്ടായിട്ട് ഒരു ഡിപ്രഷൻ പോലെ നമ്മൾ ഇരിക്കുന്ന ഒരു സാഹചര്യം കണ്ടുവന്ന് വരാം. ഇനി മൂന്നാമത്തെ ലക്ഷണം കാണിക്കുന്നത് നമ്മുടെ മുടിയിലും നമ്മുടെ സ്കിന്നിലും നമ്മുടെ നഖത്തിലുമാണ്. നമ്മുടെ മുടിയിഴകളും നമ്മുടെ സ്കിന്നും നഖവും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് പ്രോട്ടീനുകൾ കൊണ്ടാണ്. ഇലാസ്റ്റിൻ, കെരാറ്റിൻ, കൊളാജിൻ പോലുള്ള പ്രോട്ടീനുകളാണ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും സിന്തസൈസ് ചെയ്ത് ഇവയെല്ലാം ആരോഗ്യത്തോടെ നിർത്തുന്നത്. മുടി പെട്ടെന്ന് പൊഴിഞ്ഞു പോവുക, മുടി പൊട്ടിപ്പോവുക, ഇല്ലെങ്കിൽ മുടി നേർത്തു വരിക,
പലപ്പോഴും ഇത് ഹോർമോണുകളുടെ പ്രശ്നമാണോ എന്ന് നമ്മൾ സംശയിക്കുന്ന ഈ ഘടകം പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ കുറയുന്നതുകൊണ്ട് സംഭവിക്കാറുണ്ട്. നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യം കുറഞ്ഞു വരിക, സ്കിന്ന് പലപ്പോഴും വരണ്ടു പോവുക, ഡ്രൈ സ്കിൻ ആകുക, സ്കിൻ ഇടയ്ക്കിടയ്ക്ക് പൊളിഞ്ഞിളകി വരിക, അമിതമായിട്ട് താരൻ പോലുള്ള ലക്ഷണങ്ങൾ കാണിക്കുക, ഇതും പ്രോട്ടീൻ കുറയുന്നതുകൊണ്ട് സംഭവിക്കാം. നമ്മുടെ നഖം നേർത്തു വരിക, നഖത്തിനകത്ത് റിഡ്ജസ് ഫോം ചെയ്യുക, നഖം പെട്ടെന്ന് പൊട്ടിപ്പോവുക, ഇല്ലെങ്കിൽ വീണ്ടും കീറിപ്പോവുക, ഇതെല്ലാം തന്നെ പ്രോട്ടീൻ ശരീരത്തിൽ കുറയുന്നതിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരാറുണ്ട്. ഇനി നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ക്ഷീണം, തളർച്ച. നമുക്ക് ഒരു കാര്യവും ചെയ്യാനുള്ള ഉന്മേഷം ഉണ്ടാകത്തില്ല. പലപ്പോഴും നമുക്ക് ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ട്, ശരീരം സമ്മതിക്കത്തില്ല. വല്ലാത്ത ശരീരം വേദന, ശരീരം കഴപ്പ് അനുഭവപ്പെടുന്ന ഒരവസ്ഥ. എപ്പോഴും ക്ഷീണവും ശരീരം കഴപ്പുമാണെങ്കിൽ എന്ത് പറ്റും? നമുക്ക് ഒരു കാര്യവും ചെയ്യാനും പറ്റത്തില്ല, എപ്പോഴും കയറി കിടക്കണം എന്നൊരു തോന്നൽ വന്നു എന്ന് വരാം. ഇനി അടുത്ത പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് വിശപ്പ് വിട്ടുമാറാത്തൊരവസ്ഥ. പതിവില്ലാത്ത വിശപ്പ് വല്ലാണ്ട് നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്നു. ഭക്ഷണം നമ്മൾ വയറ് നിറയെ കഴിച്ചാലും കുറച്ചു നേരം കഴിയുമ്പോൾ വീണ്ടും വിശക്കുന്നു. നമ്മൾ ഭക്ഷണം കഴിച്ചിരുന്നാലും വീണ്ടും നമുക്ക് തൃപ്തി കുറവ്, നമ്മൾ മധുരം കഴിക്കണമെന്ന് തോന്നും, അല്ലെങ്കിൽ മറ്റ് ഭക്ഷണങ്ങൾ, നമ്മൾ ഈ ബേക്കറി സാധനങ്ങളെല്ലാം കൂടുതൽ കഴിക്കുന്നതിന് കാരണം ശരീരത്തിൽ പ്രോട്ടീൻ കുറയുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. കാരണം പ്രോട്ടീനാണ് നമുക്ക് പെട്ടെന്ന് വയറ് നിറഞ്ഞു എന്നൊരു ഫീല് ക്രിയേറ്റ് ചെയ്യുന്നത്. ഭക്ഷണത്തിനകത്ത് ഒരു 30% മുതൽ 35% വരെ പ്രോട്ടീൻ ഉൾപ്പെടുത്തിയാൽ കുറച്ച് ഭക്ഷണം കഴിച്ചാൽ തന്നെ വയറ് നിറഞ്ഞൊരു ഫീല് കിട്ടും. പലപ്പോഴും പ്രോട്ടീൻ ശരിയായിട്ട് കഴിക്കാതെ വിശപ്പിന് നമ്മളെങ്ങനെ മറ്റു മധുരം, കാർബോഹൈഡ്രേറ്റ്സ് എല്ലാം കഴിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? വണ്ണം വയ്ക്കും, കുടവയർ വയ്ക്കും. എന്നിരുന്നാലും നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ ഇല്ലാത്ത ഒരു അവസ്ഥ കണ്ടുവന്ന് വരാം. ഇനി രക്തത്തിൽ പ്രോട്ടീൻ കുറയുന്നതിൻ്റെ മറ്റൊരു പ്രധാന ലക്ഷണമാണ് ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവ് വന്നാൽ ഇത് പെട്ടെന്ന് ഉണങ്ങത്തില്ല. കാരണം നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മുറിവിന് ചുറ്റും മാംസം വന്ന് കൂടണം എന്നുണ്ടെങ്കിൽ അവിടെ പ്രോട്ടീനാണ് പ്രധാനമായിട്ടും വേണ്ടത്. ഇനി അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് രോഗപ്രതിരോധ ശേഷി കുറവാണ്. പലപ്പോഴും ഇടവിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, വൈറൽ ഇൻഫെക്ഷൻ വരുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അതിന് രോഗപ്രതിരോധ ശേഷി കുറവിന് നിങ്ങൾ മാനേജ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ശരിയായിട്ട് ഭക്ഷണവും നിങ്ങൾ കഴിച്ചിരിക്കണം. ശരീരത്തിൽ പ്രോട്ടീനാണ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ കോശങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത്. നിങ്ങൾ ആവശ്യത്തിന് പ്രോട്ടീൻ കഴിച്ചില്ല എങ്കിൽ വഴി കൂടെ പോകുന്ന വൈറസും ബാക്ടീരിയ എല്ലാം നിങ്ങൾക്ക് ബാധിച്ചു കൊണ്ടേയിരിക്കും. ശരീരം കൂടുതൽ മോശമായിക്കൊണ്ടേയിരിക്കും. ശരീരത്തിലെ മസിലുകൾ മെലിഞ്ഞുണങ്ങി വന്നുകൊണ്ടേയിരുന്നു എന്ന് വരാം. നിങ്ങൾക്ക് അസുഖമൊഴിഞ്ഞ് സമയമില്ലാത്തൊരവസ്ഥ വന്നു എന്ന് വരാം. ഈ പറയുന്ന ലക്ഷണങ്ങളാണ് പ്രോട്ടീൻ കുറയുന്നതിന്റെ ഭാഗമായിട്ട് ശരീരത്തിൽ പ്രധാനമായിട്ടും കാണിക്കുന്നത്. പലപ്പോഴും വിശപ്പൊന്ന് മാറാൻ വേണ്ടി കൈ കിട്ടുന്ന എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുക, പലപ്പോഴും ആശുപത്രികളിൽ പല രോഗങ്ങളുമായി കയറി ഇറങ്ങുന്നതിന് പകരം നിങ്ങൾ നല്ല ഭക്ഷണങ്ങൾ കഴിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ കുട്ടികളെ ചെറുപ്പം മുതൽ തന്നെ പ്രോട്ടീൻ ഭക്ഷണങ്ങൾ ശരിയായിട്ട് നൽകി ശീലിപ്പിക്കുക. എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് നിങ്ങൾ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.